ഞങ്ങളുടെ അഞ്ചിനെ പിടിക്കടി. രസമായിരിക്കും. സൂപ്പറാണ്. പറിക്കട്ടെ? പറഞ്ഞോ. അച്ഛൻ്റെ ചേച്ചിയുടെ ഫാമിലിയും അച്ഛൻ്റെ അനിയൻ്റെ ഫാമിലിയും എല്ലാവരും കൂടാണ് പോകുന്നത്. അട്ടപ്പാടിയിലോട്ട് ഞങ്ങൾ കറക്റ്റായിട്ട് പറ. അട്ടപ്പാടിയിൽ ക്രിസ്മസ് ആഘോഷിക്കാൻ കഴിഞ്ഞ് ന്യൂ ഇയർ ആഘോഷിക്കാൻ പോവാം. ഓക്കെ. ഇവന്മാരും തല്ലാൻ വരുന്നവര് നോക്ക്. എന്റെ ടിക്ടാക്ക് ഉണ്ട്. നാട്ടിൽ നിന്ന് വന്നപ്പോൾ നമ്മൾ സ്വന്തം ട്രാവലറുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും സ്വന്തമായിട്ട് ഒരു ട്രാവലർ ഉള്ളതുകൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും ട്രിപ്പ് പോകാമല്ലോ. ആരോടൊന്നും ചോദിക്കണ്ട. അച്ഛന്റെ മൊട്ടത്തല വരെ അവനോടൊന്ന് തിരിയാൻ പറ. ചിരി ഒന്ന് തിരിയാ. ക്യാമറ നോക്കച്ച. ഓ പിന്നെ അഞ്ചന വണ്ടിയുടെ എയർ ഹോസ്റ്റസാ. കുതിരാനൊക്കെ കഴിഞ്ഞ് നേരെ പോവാണ്. കുതിരാനൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും കൂടി ചായ കുടിക്കാൻ കയറി. അതേസമയം ഞങ്ങളെല്ലാം കൂടി മിൽക്ക് ഷേക്സ് ഒക്കെ വാങ്ങി കുറേ വെറൈറ്റി ഡ്രിങ്ക്സ് ഒക്കെ മേടിച്ചാൽ കുടിച്ചു. നിന്റെ ഓറ ഇങ്ങോട്ടൊന്ന്. അപ്പൊ അഞ്ചനോട് ജ്യൂസ് കുടിച്ചു കഴിഞ്ഞു. ഇതെനിക്ക്. ഓക്കെ. ടാക്സി വണ്ടി ഓടിക്കുമ്പോൾ വൈറ്റ് ഷർട്ട് ഇടണമെന്നാണ് നിയമം. എന്നെ കണ്ടിപ്പോൾ ഒരു രാഷ്ട്രീയക്കാരനെ പോലെ ഇല്ലേ. ഞങ്ങൾ കോയമ്പത്തൂർ വഴി പോകുമ്പോൾ സ്ഥിരം കഴിക്കുന്നതാണ്. അപ്പം ഞാനിവിടെ കയറി വെജിറ്റേറിയൻ കഴിച്ചു. ഞാനും വീട്ടിലുള്ള മുതിർന്ന ആൾക്കാരും വെജിറ്റേറിയൻ കഴിച്ചു. ബാക്കി ഇവിടുത്തെ പിള്ളേർ സെറ്റ് മൊത്തം KFCയിൽ മാത്രമാണ് കയറി കഴിച്ചത്. നമുക്ക് ഇഡ്ഡലിയും സാമ്പാറൊക്കെ മതി. അങ്ങനെ നമ്മൾ അട്ടപ്പാടി എത്തിയിരിക്കുകയാണ്. അച്ഛന്റെ തല. അപ്പം നമ്മളെല്ലാം കൂടി നേരെ നടന്ന് നമ്മുടെ ഫാമിലെ ഏറ്റവും ഹൈറ്റുള്ള ഏരിയയിലോട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഞങ്ങളുടെ നമ്മൾ ഇങ്ങനത്തുള്ള സ്പീഷീസിനെ കൊല്ലാൻ പാടില്ല എന്നാണ്. പക്ഷേ ഇവിടെ പണിക്കാർ ഒരുപാട് പേര് ജോലി ചെയ്യുന്നതാണ്. ഇവരെല്ലാം കടിച്ച വല്ലതും പറ്റിപ്പോയാലോ എന്ന് വെച്ചിട്ട് നമുക്കതിനെ കൊല്ലേണ്ടി വന്നു. സോറി. അങ്ങനെ നമ്മൾ ആ ജീവിയും കൊന്നു കഴിഞ്ഞിട്ട് അന്നത്തെ എൻ്റർടൈൻമെൻറ്റ് കഴിഞ്ഞത് കയറിപ്പോകുന്നു. അങ്ങനെ മലയുടെ മണ്ടയ്ക്ക് കുറച്ച് നേരം നിന്ന് കഴിഞ്ഞിട്ട് നമ്മൾ താഴോട്ട് ഇറങ്ങുക. സന്ധ്യയായി. രാത്രി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ റിസ്ക്കാണ്. സ്കൂൾ കുട്ടികളൊക്കെ വരി വരിയായി പോകുന്ന പോലെ നമ്മളും വരി വരിയായിട്ട് ഇങ്ങനെ പോവുകയാണ്.
അപ്പോൾ നമ്മൾ അട്ടപ്പാടി തന്നെ ഹോം സ്റ്റേ പോലത്തെ ഒരു പരിപാടിയായിരുന്നു എടുത്തിരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ എത്തിയിരിക്കുകയാണ്. രാത്രി കഴിക്കാൻ പോകാമെന്ന് വെച്ചാൽ അപ്പോൾ ഫുൾ ലൈറ്റ്സൊക്കെ ഇട്ട് ഒരു പാർട്ടി മൂഡിലാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും കിടക്കാനുള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ട് കസിൻസ് അല്ലാതെ ഇങ്ങനെയാണ് കിടന്നത്. ഞാൻ ഈ കട്ടിലേ പോയി നേരത്തെ കിടന്നുറങ്ങി 10 മണിയായപ്പോൾ. ഇവരെല്ലാം രാത്രി 12 മണി 1 മണിയായി. എനിക്കിപ്പോൾ 10 മണിയായോ ഉറങ്ങിയേ പറ്റൂ, വേറെ വഴിയില്ല. രാവിലെ നല്ല തണുപ്പാണ്. അയ്യോ, പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ തുടങ്ങി. നമ്മളെല്ലാം ഓർഡർ ചെയ്ത് വരുത്തിയിട്ടുണ്ടായിരുന്നു, നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ വന്നു. കിട്ടിയ കുറച്ച് സമയം കൊണ്ട് നമ്മൾ മിസ്റ്റർ ബീസ്റ്റിൻ്റെ ഒരു സീരീസ് ഇരുന്ന് നമ്മൾ കണ്ടു. അങ്ങനെ അടുത്ത ദിവസം രാവിലെ നമ്മൾ ഫാമിലെത്തി. ഭയങ്കര റെഡ് കളർ അല്ലേ? നല്ല കളറുണ്ട്. ഇതുവശം പോവാറൊക്കെ. വെൽക്കം ഡ്രിങ്ക് സമയമായോ? ആ, വെൽക്കം ഡ്രിങ്കിന് സമയമായി. വെൽക്കം ഡ്രിങ്ക് ഹാഫ് റെഡിയാ. ആ, പക്ഷെ ഞാൻ എല്ലാ ക്ലൈമറ്റും കണ്ടു കഴിഞ്ഞു ഇവിടുത്തെ. ഇന്ന് തണുപ്പ് ഭയങ്കര കൂടുതലാണ്. ഈ വെയിലത്ത് തണുത്ത കാറ്റും. കേട്ടോ, അത് എവിടെയാ? അപ്പാടിയാ, ഫുൾ അട്ടപ്പാടിയാ. ഈ ഗ്ലാസും കൊണ്ടിരിക്കുന്ന എല്ലാം വലിയ പരിഷ്കാരികളാണ്. കരിക്കും വെള്ളം ഗ്ലാസ്സിലേക്ക് കുടിക്കൂ. അഞ്ജന പുറമ്പോക്ക് എന്തേ പേസടി? ഇല്ല, പേസ മുടിയാതെ. എനിക്ക് தெரியாது. கொஞ்சம் கொஞ்சம் അഞ്ജന അഞ്ജന എട് കുടി കുടി ഇപ്പോഴത്തേക്കൊരു കണ്ടോ? കരിക്കും വെള്ളം കുടിക്കാൻ പറ്റാത്തവളാണോ ഇത്? മോഡേൺ ടെക്നോളജി കാണിക്കുന്ന അഞ്ജന കണ്ടാ, കണ്ടുപടി കണ്ടാ, കൂടെ കിടന്നിട്ടുണ്ടോ? അഞ്ജന പരിഷ്കാരിയാ, അവള് അങ്ങനെ കുടിക്കും. അങ്ങനെ നമ്മൾ ഹെവി കരിക്കും വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മുടെ ഇവിടുത്തെ കൂട്ടല്ല, ഭയങ്കരമായിട്ട് ഒരു നറിഷ്മെൻ്റ് ഉള്ള ഒരു ഏരിയ ആണ് ഈ അട്ടപ്പാടി എന്നൊക്കെ പറയുന്നത്. ആ കരിക്കിൽ പോലും ഒരുപാട് വെള്ളമൊക്കെ ഉണ്ട്. അങ്ങനെ ഉച്ചക്കത്തെ ഫുഡും എത്തി. നമ്മൾ ഫാമിൽ നിന്നാണ് ഫുഡ് കഴിച്ചത്. ഇനി നമ്മളിവിടുത്തെ സ്ഥിരം പരിപാടി കുറച്ച് നെല്ലിക്ക പറിക്കാൻ വന്നിരിക്കുക. ഇലയില്ലാതെ നെല്ലിക്ക മാത്രം. ഇലകളൊന്നും ഇല്ലാതെ നെല്ലി മാത്രം. ഓടിച്ചു പോട്ടോ, ഓടിച്ചു പോട്ടോ. ഓടിച്ചിട്ട് അതെ, നമ്മളെപ്പോ നെല്ലിക്ക മര വെട്ടിച്ച് പറിക്കുന്ന അടുത്ത് വെച്ചെടുക്കും. വ്യത്യാസമുണ്ടല്ലേ? ചെറിയ കുറച്ച് എന്തെങ്കിലും ചെറിയ പ്രശ്നം. ഇത് ഈ മരുന്നിന് ഉപയോഗിക്കുന്ന നെല്ലിക്ക, നാട്ടു നെല്ലിക്ക. അച്ചാറിന് സൂപ്പറായിരിക്കും. ഈ ഒരു ഭാഗം ഫുള്ള് കിട്ടണേ. കുറേ നെല്ലിക്ക താഴെയൊക്കെ വീഴും, പിന്നെ നമ്മൾ പറക്കി എടുക്കണം. എന്തായാലും തലയ്ക്ക് ഇത്ര പേർക്ക് അടി കിട്ടി. വെറുക്കാൻ പറ്റുന്ന എല്ലാം നല്ലതാണ്.
അങ്ങനെ നമുക്ക് ഒരു ചാക്ക് നെല്ലിക്ക കിട്ടി, അതും കൊണ്ട് നാട്ടിൽ പോവാം. നമ്മുടെ ഫാമിനകത്തോടി കാട്ടിൽ നിന്ന് വരുന്ന ഒരു അരുവി ഉണ്ടായിരുന്നു, കുഞ്ഞൊരു അരുവി. അതിനകത്തോട്ട് നമ്മൾ ഇറങ്ങുക. എന്തായാലും വന്ന സ്ഥിതിക്ക് ഒരു സ്ലോ മോഷൻ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് ആ സ്ലോ മോഷൻ വീഡിയോ. രാത്രി ഇവരെന്തൊക്കെയോ പരിപാടിയുണ്ട്, എല്ലാവരും കൂടി ഭയങ്കര പാട്ടും ഡാൻസും ഒക്കെയാണ്. പക്ഷെ ഞാൻ 10 മണിക്ക് കിടന്ന് ഉറങ്ങുന്നതുകൊണ്ട് ഒന്നും അറിയുന്നില്ല, അതുകൊണ്ട് വീഡിയോ എടുത്തിട്ടില്ല. എന്നാലും ഞങ്ങൾ രാവിലെ പോകാനായിട്ട് റെഡിയായാണ്. നമ്മൾ തിരിച്ച് നാട്ടിൽ പോവാണ്. തമിഴ്നാട്ടിൽ കൂടെ പോകുമ്പോൾ നമ്മുടെ വണ്ടി പിടിക്കാതിരിക്കാൻ ഞാൻ വെള്ള ഷർട്ടൊക്കെ ആയിട്ടിരിക്കുന്നത്. ഞാൻ സൺസ്ക്രീൻ ഇടുന്നുണ്ട്, കാരണം എന്തായാലും വണ്ടി ഓടിക്കുമ്പോൾ ഇരുന്ന് വെയിലുള്ളതുകൊണ്ട്. നിങ്ങളെല്ലാം നല്ല ഡ്രസ്സ് ഇടുമ്പോൾ ഞാൻ മാത്രം വെള്ള ഡ്രൈവറിനെ കൂട്ടുള്ള ഡ്രസ്സ് അവിടെ ചെന്നിട്ട് മാറിയാ മതി. എവിടെ ചെന്നിട്ട് മാറാം? ഇനിയിപ്പോ മാറാനൊന്നും വയ്യ. ഒരു ഷർട്ട് മാറ്റി വേണ്ട, ഇത് മതി. ഇതിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ ഹണി കേക്ക് പോകുമ്പോ ഹണി കേക്ക് ഇത് കിട്ടുള്ളൂ. അയ്യേ പോടോ, എന്തോ ഹണി കേക്ക് എന്തോ ഹണി കേക്ക് ഇടുന്നതിന് എന്താ പ്രശ്നം? പകുതി വെച്ച് മാറിയാ മതി. നമ്മളവിടെ മാറാൻ നല്ല പ്രശ്നം ഞാൻ വേറെ എന്നെ കണ്ട പൊക്കോ. അയ്യോ ഇൻട്രോഡ്യൂസ് യുവർ സെൽഫ്. അങ്ങനെ മണിക്കൂറുകൾ നമ്മൾ ട്രാവൽ ചെയ്തത് കൊച്ചിയിലെ സൽക്കാര വന്നു. നമ്മൾ സൽക്കാര പാരഗണ്ട ഫുഡാണ് നമ്മളെല്ലാവരും ഫേവറേറ്റ്. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് ഫുഡ് അടിക്കും. അങ്ങനെ ഫുഡൊക്കെ എത്തി. അച്ഛൻ സ്വന്തം പാത്രത്തിൽ നോക്കുന്നതിനും വല്ലവൻ്റെയും പാത്രത്തിൽ നോക്കിയാണ് കഴിക്കുന്നത്. നമ്മൾ അവിടുത്തെ ഫുഡ് അടിച്ച ശേഷം അടുത്ത് നമ്മൾ കുറച്ച് ഡെസേർട്ട്സ് ഒക്കെ എടുക്കാമെന്ന് വെച്ചാൽ നമ്മളിവിടെ ഹണി കേക്കിൽ വന്നു. എന്തായാലും ഇവിടുന്ന് കുറച്ച് കേക്ക്സൊക്കെ ട്രൈ ചെയ്യാം. നമ്മൾ വലിയ ഗ്രൂപ്പായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഇരിക്കാനായിട്ട് ഒരു പ്രത്യേക സ്പേസൊക്കെ ഉണ്ട് ഇവിടെ. നമ്മൾ 15 പേരുണ്ട്. അതിപ്പോൾ 15 പേര് നമ്മൾ കറക്റ്റായിട്ടൊരു പ്രൈവറ്റായിട്ടൊക്കെ ഇരുന്നാണ് കേക്ക് കഴിക്കാൻ പോകുന്നത്. നമ്മള് നോക്കിയതുപോലെ ഹാർട്ടോ ഏത് ഹാർട്ട് ഒരാൾ മേളിൽ എന്തോ ആണോ അവസ്ഥ.
അങ്ങനെ ട്രിപ്പ് കഴിഞ്ഞിരിക്കുന്നു. ഉറങ്ങിക്കോ. എന്താടാ ഇത്? ഇതെന്തുവാ? പ്രോട്ടീൻ പൗഡർ. ഓ 2 മാസമായി ഓർഡർ ചെയ്തിട്ട്. അപ്പോൾ നമ്മുടെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് എല്ലാവരും വീട്ടിൽ വന്ന് വേണ്ട മാഗിയൊക്കെ ഉണ്ടാക്കിയിരുന്ന് കഴിച്ചുകൊണ്ട് സ്ക്വിഡ് ഗെയിംസ് കാണുകയാണ്. അപ്പം എല്ലാവർക്കും താങ്ക്സ്. ബൈ.